മറ്റൊരു ഓണക്കാലത്ത് ഈ ഒരു ഓണം വളരെയധികം കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാർ മാജിക് ടീം ഇന്ന് നിങ്ങളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഓണം ഒന്ന് കളർഫുൾ ആക്കിയാലോ? അപ്പൊ ഏതായാലും ഈ കളർഫുൾ ഓണം കളറാക്കാൻ ആരൊക്കെ എത്തിയിട്ടില്ലേ? നേരെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞ ഒരു കളർ തീമിലൊക്കെ നമ്മുടെ ഓഡിയൻസ് എത്തിയിട്ടുണ്ട്. ഓഡിയൻസ് വെൽക്കം ആൻഡ് ഹാപ്പി ഓണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വെള്ളത്തിനടിയിലേക്ക് പോയി ഒന്ന് നീന്തി അല്ലെങ്കിൽ അണ്ടർ വാട്ടറൊക്കെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. ഇന്ന് ഓണം ശരിക്കും പറഞ്ഞ ഒരു അണ്ടർ വാട്ടർ തീമിൽ നടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എങ്ങനെയുണ്ട് നമ്മുടെ സെറ്റ്? അടിപൊളിയുണ്ടോ? ഇലക്കിട്ട് എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ. ഒരു വിഭവം പോലും നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഒരുമിച്ചിരുന്ന് നമ്മൾ ഉണ്ണുന്നതിന് മുമ്പായിട്ട് നേരെ ഓഡിയൻസിലേക്ക് പോവാണ്. എന്താ വിശേഷം? ഓണം നമ്മൾ അടിച്ചു വിളിക്കല്ലേ? അപ്പൊ ഹാപ്പി ഓണം. കണ്ടോ, ഇതാണ് സ്റ്റാർ മാജിക്കിന്റെ ആ ഒരു ഫാൻസ് എന്ന് പറഞ്ഞ അവരുടെ ആ ഒരു എനർജി. അപ്പോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഓരോരോ വിഭവമായിട്ട് ക്ഷണിച്ചോട്ടെ, ഞാൻ വിളിക്കല്ലേ? Okay, so let's welcome the entire team to Star Magic. എല്ലാരും അടിച്ചു കയറി വാ. മലകിലെ മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പുട്ടടി പൂഞ്ചോലേ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ നാടൻ കാറ്റു വിതച്ചോടും ഞാറ്റിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ താനകർ 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 താതിരുന്നോ താനകർ 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 താതിരുന്നോ കാക്കമലകിലെ കാക്കമരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പുട്ടടി പൂഞ്ചോലേ Star Magic team wishing you a very happy ഓണത്തിന്റെ മൂഡിൽ വന്നെങ്കിൽ ഈ പാട്ട് വെച്ച് ഞങ്ങൾ തുള്ളിച്ച് ശരിയായില്ല. സ്റ്റാർ മാജിക് എല്ലാം വെറൈറ്റി ആണല്ലോ. പേയ്മെന്റ് കിട്ടണമല്ലോ. വേറെ കാര്യം ശ്രദ്ധിച്ചു, ഊഞ്ഞാല് കണ്ടപ്പോ ആദ്യം കേറിയിരുന്ന ആ മുതുക്കൈ അതെന്താ കാരണം എന്നറിയോ? ഈ രണ്ടുപേരല്ലേ ഇന്ന് കേറിയിരുന്നത്. ഇന്ന് നമ്മുടെ ഓണം വെള്ളത്തിലാണല്ലോ, അതുകൊണ്ടാണ് വെള്ളത്തിൽ ആചാരന്മാരെ കയറ്റിയിരിക്കുന്നത്. എന്നെ മുതുക്കൻ എന്ന് പറഞ്ഞ ആ ഇള്ള കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ നൈസായിട്ട് ഈ ഓണക്കാലത്ത് രക്ഷപ്പെട്ടത് ഞാനായിരുന്നു. ആ മുതുക്കൻ വെളിയിൽ നൈസായിട്ട് ഇങ്ങനെ എന്നെ തട്ടാണ്ട് അങ്ങോട്ട് പോയി. കാരണം ഫസ്റ്റ് ഇരുന്നത് ഞാനായിരുന്നു. പക്ഷെ നിങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അയ്യോ, കാഴ്ച പോയി എന്ന് കരുതി. ഈ ഓണത്തിന് വേണു നാഗവള്ളിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ ഓണത്തിന്റെ അല്ല, ഈ പറഞ്ഞ പോലെ അന്ന് നമ്മള്
ഓസ്ട്രേലിയയിൽ വെച്ച് കണ്ടതല്ലേ. പരിപാടിയുടെ ഗുണം കൊണ്ട് പിന്നെ പുള്ളിക്ക് 3 മാസം എണീറ്റടക്കാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു അല്ലേ സുബി? പിന്നെ നമ്മളൊക്കെ ഞങ്ങളൊക്കെ നന്നായിട്ട് ഇവരെ ഓടിയതുപോലെ ഇവനെ ഓടാൻ പറ്റിയില്ല അന്ന്. നോക്കട്ടെ. അല്ല വേണ്ട അത് കാണട്ടെ കാണട്ടെ നോക്കട്ടാ ഇപ്പൊ എങ്ങനെ കാണട്ടെ. ഇതിന്റെ കള്ള നമ്പർ അത് കണ്ടാ ചേട്ടാ ചേട്ടാ ഊർന്നു വന്നത് കേറ്റിടൂ. എടാ ഓണമായിട്ട് നിന്റെ കുഴിനകം നാട്ടുകാരെ കാണട്ടെ. കാണില്ലടാ നിനക്ക് ഇത്ര നാണം മ്യൂസിക് മ്യൂസിക്കോ? ഒടിഞ്ഞ കാല് കാണിക്കാൻ മ്യൂസിക്കോ? അത് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ പാട്ടിടേണ്ടത് ചെമ്പകപ്പും കാറ്റിലെ. ഇപ്പൊ എങ്ങനെ? പക്ഷെ അങ്ങനെ കാണിച്ചാലേ നീ ഇങ്ങനെയല്ലേ നോക്കുള്ളൂ. ഓണം പ്രമാണിച്ച് ബിനീഷ് ബാസ്റ്റിന് ഒരു പ്രത്യേകതരം ഡ്രസ് ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു. അത് എന്തിന്റെ സിമ്പിൾ ആണ് എന്ന് ഇനി അവനോട് ഞാൻ പറയാം. ആ. നല്ല ഭംഗിയുണ്ട്. ഇത് ഇത് ഏത് കലാരൂപത്തിന്റെയാണ് ഇത്? ഇത് കഥകളി. ആ കറക്റ്റ്. ബോധം വെച്ച് തുടങ്ങി. ഐശ്വര്യ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടല്ലേ കാണണേ? അതെ. ആദ്യത്തെ ഓണം കുട്ടിയുടെ. ആണോ മോളെ? അതെ, അതെ, അതെ. നിന്റെ കൂടെ ആഘോഷിക്കാൻ ആ കുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടായില്ലോ. അത് തന്നെ ഏറ്റവും വലിയ കഴിഞ്ഞ ഭാഗ്യമല്ലേ? 3 മാസം തങ്കച്ചൻ എവിടെ ആരെന്നാലും ചോദിച്ചോ? എവിടെയായിരുന്നു? തമിഴ്നാട്ടിലെ ഫുട്പാത്തിലായിരുന്നു. അതെ ഫ്രില്ല് വെച്ച ജെട്ടി കച്ചവടമാണോ? അല്ല ഐശ്വര്യയുടെ ഓരോ വിരലിലും ഓണത്തിന് നമ്മൾ എപ്പിസോഡിന് വരണമെന്നാണ് കണക്കാക്കിയത്. സാധനം കയറി പറഞ്ഞിട്ട് കാര്യമില്ല. സാധനം കയറി പോയി. പക്ഷെ ഞാൻ ഐശ്വര്യയുടെ ഭർത്താവേ ഐശ്വര്യന്റെ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഐശ്വര്യ ഒന്ന് കേറിക്കോ. എവിടെ? അർജുന്റെ ആ ഹെയർ സ്റ്റൈലും തങ്കുവിന്റെ ഹെയർ സ്റ്റൈലും ഇപ്പൊ ഒരുപോലെ ഇല്ലേ? ഐശ്വര്യ മാറിപ്പോരുത്. തങ്കു ഞാൻ ഈ മുടി കണ്ടപ്പോ പെട്ടെന്ന് പുറകെ നോക്കിയപ്പോ ചേട്ടനാന്നാ വിചാരിച്ചത്. ദൈവമേ ഐശ്വര്യയുടെ കല്യാണത്തിന് റിസപ്ഷന് ഐശ്വര്യൻ ചേട്ടനും കൂടെ ചെന്നപ്പോ ബലൂൺ വെച്ച് ആർച്ചുണ്ടാക്കി വെച്ചു. ഐശ്വര്യ വലത് കാലം കൊണ്ട് ചവിട്ടി ജിഷിനെ ഓണത്തിനെങ്കിലും നിന്റെ സംസാര ശേഷി തിരിച്ചു കിട്ടിയെന്ന് പറയണം. എന്തെങ്കിലും പറയണം. അല്ല ഞാൻ പറയാൻ വരുമായിരുന്നു. നമ്മളെ ഏരിയ കമ്മിറ്റി സമ്മേളനം എപ്പോഴാണ് സാർ? എടാ തങ്കച്ച ഫ്രഷ് സാധനമാണേ. സീരിയൽ മേഖലയിൽ നിന്ന് ഒരു സംഭാവന ഓണത്തിന് നമുക്ക് തന്നു കഴിഞ്ഞു. വയർ നിറച്ചു തന്നു. അത് ഞാനേ ദേവിക്കുട്ടിയുടെ അടുത്ത് ചോദിക്കട്ടെ, ഒരു ഫ്രഷ് ഓണ വിശേഷം കേൾക്കണമെങ്കിൽ കഴിഞ്ഞ ഓണം ഉണ്ടായിട്ടില്ലല്ലോ? ആരാ? ഇല്ലാന്ന് പറ. ഇല്ല ഉണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാണേ. ഉണ്ടല്ല. കാരണം എനിക്ക് എവിടെയെങ്കിലും ഒരു ഫ്രഷ് വേണ്ടേ? എനിക്കില്ലേ മടുപ്പ്? ചേച്ചി എല്ലാ വർഷത്തെ ഓണാഘോഷം ഞാൻ മൂകാംബികയിലാണ് ആഘോഷിക്കാറ്. തിരുവോണത്തിന് മൂകാംബികയിലായിരിക്കും. പക്ഷെ ഇത്തവണ നമ്മൾ തിരുപ്പതി പോകുന്നു തിരുവോണത്തിന്. ആ ശരി. ഇവരെ കൂടെ കൊണ്ടുവന്ന് മുട്ട അടിച്ചോണ്ട് വരും. ആ കുഞ്ഞാവയ്ക്കൊന്ന് മൈക്ക് കൊടുക്കോ? വാവേ പേടിപ്പിക്കല്ലേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ചിരിച്ചിട്ട് ഒരു ഫ്ലൈങ് കിസ് തരുമോ? ഇങ്ങനെ ഫ്ലൈങ് കിസ് തരാൻ അറിയോ? ജസീലേ, ഈ മാമനെ അറിയോ? സ്വപ്നത്തിനിടയ്ക്ക് ഒരു കൊമ്പൊക്കെ മാമിയെ അറിയോ? കണ്ണൂർ മാമിയെ അറിയോ? ചേച്ചി അറിയോ? നോക്കി ഇതിൽ ആരെയാ കൂടുതൽ ഇഷ്ടം? എങ്ങനെ അറിയാം? എന്നെയല്ലേ എന്നെ? എവിടെന്നാ വരണേ? കുറുക്കഞ്ചേരി. ലക്ഷ്മി അതിട്ടാണ് നേരത്തെ കൊച്ചിന്റെ അടുത്ത് സംസാരിച്ചത്. തങ്കച്ച നിന്റെ വീട്ടിന്റെ അടുത്ത് വന്നിട്ട് നിന്റെ പേര് പറയുന്നില്ല. തിരുവനന്തപുരത്ത് വന്നിട്ട് കൂർക്കഞ്ചേരിയിലെ ലക്ഷ്മി ഡയാന അറിയാം. ഡയാനയുടെ ആരാ മോള് പറഞ്ഞേ? ഡയാന അറിയൂ അല്ലേ? മോള് ഇതിനകത്ത് ഇഷ്ടമല്ലാത്ത ആരെയാണ്? ആ പച്ച ഉടുപ്പിട്ട ചേട്ടന്. ഈ ചേട്ടൻ യു ഡോണ്ട് ലൈക്ക്, ഇഷ്ടല്ല അല്ലേ? കങ്കാരു പോലെ എന്നല്ല, കണ്ണാടി ഊരെന്ന് പറഞ്ഞേ. കങ്കാരു പോലെ. എന്തായാലും സ്റ്റാർ മാജിക് ടീമിനെ സംബന്ധിച്ചിടത്തോളം മനസ്സേന്ന് പറയാണ് കേട്ടോ. അത്രയധികം അഭിമാനമാണ്. കാരണം ടെലിവിഷനിൽ ഒരു ഷോ 7 വർഷം ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ആഘോഷിച്ച് മുന്നോട്ട് പോവാണ്. ഓരോ ഓണം കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഓരോ വയസ്സ് കൂടി എന്ന് പറഞ്ഞ പോലെ സ്റ്റാർ മാജിക്കിന് ഇപ്പതാ 7 വയസ്സായിരിക്കുകയാണ്. 7ാം ഓണമാണ്. ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് നോക്കുമ്പോ ഇന്നലെ കഴിഞ്ഞ പോലെ അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞത് നിങ്ങളൊക്കെ എത്രാമത്തെ വയസ്സിലവിടെ എത്തിയത്? ഞാൻ അല്ല 22, ഇപ്പൊ 29. സ്റ്റാർ മാജിക്കിന് 37
37 സ്വന്തം വയസ്സാണ് പറ. സ്റ്റാർ മാജിക്കിന് 7 ഇവൻ 70. അപ്പോ അയ്യോ 37 ഒരു 7 കൂടെ. സ്കോളർഷിപ്പ് വാങ്ങിച്ചപ്പോ വന്നതാണ്, ഇപ്പൊ പെൻഷൻ വാങ്ങിക്കാറായി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഭിമാനം എന്ന് പറയുന്നത് ഇത്രയും വർഷം ഒരുപോലെ തന്നെ ഒത്തൊരുമയോടുകൂടെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോ ആ ഒത്തൊരുമയുടെ നിറവിൽ നിൽക്കുമ്പോ ബിനുചേട്ടന് പെട്ടെന്ന് ടെൻഷനായി. എന്താ? എത്രാമത്തെ വയസ്സിലാണ് ബിനുചേട്ടാ വന്നത്? അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ ഓണം വരുന്നു, അടിച്ചു പൊളിക്കുന്നു. വേറെ സംഗതി അറിഞ്ഞ തങ്കച്ചന്റെ റേഷൻ കാർഡിലെ തൊഴിൽ എന്ന് പറയുന്ന ഭാഗത്ത് എഴുതിയേക്കുന്നത് സ്റ്റാർ മാജിക് എന്ന്. ലക്ഷ്മി എല്ലാവരും പൈസ ചോദിക്കുന്നല്ലോ പറഞ്ഞേ. എല്ലാവരും പൈസ ചോദിക്കുമ്പോ തങ്കച്ചന്റെ പൈസ ചോദിക്കണ്ട. എന്താ സംഭവം പറ, പറയാ, ഞാൻ പറയാം. മാവേലിക്കും തങ്കച്ചനും ഒരേ പ്രായ. പറയൂ. അപ്പൊ ഒരു കാര്യം, എല്ലാവരും കള്ളം പറഞ്ഞോളൂ. പക്ഷേ മുത്തച്ഛന്റെ LED വാളിൽ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ് ഇടാൻ പോവുകയാണ്. നമുക്ക് അത് വിട്ടിട്ട് നമുക്ക് വേറെ സംസാരിക്കാം. വേറെ എന്തെല്ലാം കാരണങ്ങളുണ്ട്. ഞാൻ പറയും, അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് പറയുമ്പോ പൊള്ളുന്നത് നിങ്ങൾക്ക് 3%. എനിക്കും ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. അവരെ കള്ള പാസ്പോർട്ട് അടിച്ചു വെച്ചാൽ കുഴപ്പമില്ല. ചേട്ടാ നമുക്ക് ഈ ഓണത്തിന് ആ. പ്രേക്ഷകർ നമ്മുടെ തങ്കച്ചിന് വേണ്ടിയിട്ട് ഒരു പെണ്ണ് കാണൽ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്യണം. അതുപോലെ ബിനീഷ് ബാസിലും ഈ പെണ്ണിനും ചേട്ടാ എങ്ങനെ കേൾക്കുന്നത്. പെണ്ണ് കാണാൻ പോയിട്ട് കാര്യമുണ്ടോ? ഇവിടെ വന്ന് ഓരോ പ്രശ്നങ്ങൾ കാണിച്ചു തരല്ലേ. മുട്ടിന് നീരുവീഴ്ച, പറഞ്ഞിട്ട് തലയ്ക്കോളം. കൂടുതൽ സംസാരിച്ച പാസ്പോർട്ട് എടുത്തിടും. അത് വേണ്ടെന്നേ. ശരി. അല്ല അത് തങ്കച്ചൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തിനോട്. തങ്കച്ചടുത്ത് വയസ്സ് ചോദിച്ചാൽ ഒരിക്കലും തങ്കച്ചൻ പറയില്ല, ഒരിക്കലും പറയില്ല. അങ്ങനെ പാഷാണ് ഷാജി പറഞ്ഞു, എടാ ഒരു ട്രിപ്പ് ഉണ്ട്, പാസ്പോർട്ട് അയക്കുക. അത് ഗ്രൂപ്പിലിട്ട് കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ പ്രായം ഞാൻ പറയാൻ പോകണം. കള്ളം പറയരുത്. കള്ളത്തരം അല്ല എന്റെ പ്രായം, എനിക്ക് എന്റെ പ്രായം പറയുന്നത് എന്താ, ഈ ചിങ്ങം കഴിയുമ്പോ എനിക്ക് ചിങ്ങം കഴിഞ്ഞില്ല. ഇവിടെ വരൂ കേട്ടോ. പാസ്പോർട്ട് 38. പാസ്പോർട്ട് ഇടാം. എന്നിട്ട് അത് മതി. കുഴപ്പമില്ല, മതി. അത് കുഴപ്പമില്ല, നല്ല വയസ്സാണ്. എടേ ഇവന് 38, അനുവിന് 42 ചിങ്ങത്തിന്. ശരിക്കും അനു ബിസ്ക്കറ്റ് കൊണ്ടുവന്ന അനുവാണ് ഇപ്പം ബാഗിൽ മുറുക്കാൻ കൊണ്ടാണ് ഇവിടെ. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും വടക്കം പോലെ ഇങ്ങനെ തിരുമ്മിട്ട് ഇങ്ങനെ. അപ്പൊ ഒരു പെണ്ണും ഒരു മനുഷ്യനെ 7 വർഷം തേച്ച് കാണില്ല. അപ്പൊ ആ പുരസ്കാരം ഇവന് കൊടുക്കണം. ഇങ്ങോട്ട് നോക്കിയെടാ, ഇങ്ങോട്ട് നോക്കിയേ. ഇന്നൊരു ആദരിക്കൽ ചടങ്ങ്. കൺപീലി വരെ ഡൈ ആണ്. എന്ത് ചെയ്യും? ഇതൊക്കെ കാണിക്കുമല്ലേ. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത്? തങ്കുനെ ഹെൽപ്പ് ചെയ്യട്ടെ ഞാൻ. എല്ലാവർക്കും 17 അങ്ങോട്ട് കഴിഞ്ഞതേ 18 തുടങ്ങി. അത് തറവാടിത്തം. ഓണം എന്ന് പറയുമ്പോൾ ഓണസദ്യ പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ലേ? ഓണസദ്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്താ? ലക്ഷ്മി, എനിക്ക് സദ്യയിലെ എല്ലാ ഐറ്റംസും ഇഷ്ടമാണ്. ആ. എല്ലാം ഒന്നും ഞാൻ എടുത്തു പറയില്ല. മധുരക്കറി കഴിക്കാൻ പറ്റില്ലല്ലോ, ഷുഗർ അല്ലേ. കാരണം ഗുളിക തീരുമ്പോ ഡയാനെ അവന് ഗുളിക കടം കൊടുക്കണേ. ശ്രീവിദ്യയുടെ കല്യാണത്തിന് ഒന്ന് 2 ഗ്ലാസ് പായസം കുടിച്ചിട്ടേ 2 ഗ്ലാസ് പായസം കുടിച്ചിട്ട് അവളെ വീട് പറഞ്ഞു. ഇവിടെ സ്ഥലം അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ പോണേ. സത്യം, ഞാൻ കള്ളം പറഞ്ഞല്ല. എന്നെ കണ്ടു ചേട്ടാ. എന്നിട്ട് ഞാൻ ചെന്ന് കൈ പിടിച്ചത് സത്യമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എന്റെ കൈ എഴുകൊണ്ട് ഇവിടെ ഞാൻ കൊണ്ടാക്കിട്ട് കഴിച്ചിട്ട് ചേട്ടാ കൈ തുടക്കാൻ ടിഷ്യൂ എടുത്ത് തരുമോ? വേറൊരു സംഭവം ഉണ്ടാ. സുമേഷ് ശ്രീവിദ്യയുടെ കല്യാണത്തിന് ഇത്രയും പിള്ളേരെ കണ്ടിട്ട് സുമേഷ് എല്ലാവരും ഒരു കുട്ടികളെടുത്ത് പോയി വരവാനോ സംസാരിക്കാനോ ഒന്ന് പിണങ്ങാനോ കൊഞ്ചാനോ പോയിട്ടില്ല. എന്താണെന്നറിയാമോ? വൈഫ് കൂടെ ഉണ്ടായിരുന്നു. അവൾ അടുത്തൊന്ന് ഒരു 5 വർഷം സുമേഷ പാടാം. അതല്ല ഏറ്റവും സംഭവിച്ചത്. വൈഫ് ഒരു സിറിഞ്ച് കയ്യിൽ വെച്ചേക്കാ. പെണ്ണിനടുത്ത് നോക്കാൻ സിറിഞ്ച്, സൂചിയുള്ള സിറിഞ്ച്. എന്താണ് സത്യത്തിൽ ഉദ്ദേശിച്ചത്? സിറിഞ്ച് അല്ലേ? ആ സിറിഞ്ച് ഈ ഓണത്തിൽ അച്ചാറിന്റെ കാര്യം പറഞ്ഞിട്ട് വെള്ളം ഇത്ര കൂടിപ്പോയി. അങ്ങനെ സ്ലിപ്പായി പോയതാണത്. ഇവന്റെ വൈഫിനെ ഒരു എപ്പിസോഡ് ഇതിനിവിടെ കൊണ്ടുവരണം കേട്ടോ. കറക്റ്റാ. സുമയുടെ വൈഫ് മാത്രം ഇതുവരെ വന്നിട്ടില്ല. അല്ല ഭയങ്കര കൗണ്ടർ. എന്നോട് ചോദിക്കുവാ. ഞാൻ സുമേഷിന്റെ വൈഫിനെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒന്നൊരു നിങ്ങളൊക്കെ ഇഷ്ടമാണ് ഈ മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിച്ച് പണത്തോട്ടക്കാരൻ മൊത്തത്തിൽ ഇയാളെ കരുതി മാത്രം നിങ്ങൾ ഉപദ്രവിച്ചു. അതിന് ഫീമെയിൽ ടോണി പറഞ്ഞേ. ഫീമെയിൽ ടോണി പറഞ്ഞ എന്താ? അല്ല വൈഫല്ലേ പറഞ്ഞ. ഫിനിഷേ, മഹാബലി പാതാളത്തിലേക്ക് പോയത് എങ്ങനെയാണ്? ഇവന്റെ പാട്ട് കേട്ട് സഹി കേട്ട് പാതാളത്തിലേക്ക് സ്വയം ഊളിയിട്ട് പോയതാണ്.
കട്ടിയുള്ള മണ്ണിന്റെ ഭാഗത്ത് ഇച്ചിരി വെള്ളം ഒഴുകി 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് വീണ്ടും പോകും. അല്ല മഹാബലി ഇല്ലേ മഹാബലി ഇല്ലേ ഇല്ലേ മഹാബലി പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തി. ആര് ആര്? മഹാബലി മഹാബലിനെ ആര് ചവിട്ടിത്താത്തി? ഈ കഥയിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് അതെങ്കിലും ഒന്ന് ആര് എന്തിന് ആ ദേശീയോത്സവം പറയണ്ടായിരുന്നു മൂന്ന് അടി ചോദിച്ചു. നിനക്ക് ഒറ്റ അടി തീരുന്ന കേസേ ഉള്ളൂ. പക്ഷെ ഇവര് സമ്മതിക്കണം കേട്ടാ. വാനറിന്റെ കേസ് പറഞ്ഞപ്പോഴാ എനിക്കൊരു കഥ ഓർമ്മ വന്നത്. അതായത് നമ്മുടെ ഒരു മിമിക്രി കൂട്ടുകാരനാണ്. മിമിക്രി കൂട്ടുകാരന്റെ വീട് തങ്കച്ചന്റെ വീട് പോലെ കാടിനടുത്താ. അല്ല ഇനി ഇതിനൊന്നും കൂടെ കിട്ടാണല്ലോ. ഇവന്റെ വീടിന്റെ അടുത്ത് കുരങ്ങൊക്കെ വരും. കുരങ്ങൊക്കെ വന്നിട്ട് മറ്റേ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ കപ്പ പുഴുകി ഈ ചീനിയൊക്കെ തിന്നാണെങ്കിൽ കുരങ്ങന് കൊടുക്കും. കുരങ്ങൻ തുടച്ചിട്ട് കരടൊക്കെ കളഞ്ഞിട്ട് വരും. അങ്ങനെ അത്രയ്ക്ക് കമ്പനി ആയിരിക്കുന്ന സമയത്ത് ഈ വീട്ടില് ഒരു മരണം നടന്നു. ആ വീട്ടിലെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അച്ഛൻ മരിച്ചപ്പോ ഈ കുരങ്ങൻ അവിടെ ഇല്ലായിരുന്നു. കുരങ്ങൻ ഇതെല്ലാം സംഗതി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുരങ്ങൻ നോക്കിയപ്പോൾ ആ വീട്ടിൽ ഒരുപാട് പേരൊക്കെ വന്നേക്കുന്നത്. മരത്തിന് മേളിൽ കയറുന്നപ്പോൾ ഒരുപാട് ഭയങ്കര വിശേഷം. അപ്പോൾ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുരങ്ങൻ വരുവാ. കുരങ്ങൻ അറിയില്ല ഈ ഏത്തപ്പഴം അങ്ങനെ കണ്ടിച്ചിട്ടേ അവിടെ ഈ ചന്ദനത്തിരി കുത്തി വെച്ചേക്കുക. അപ്പോൾ ഈ കുരങ്ങൻ വന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും ഒന്നും മിണ്ടുന്നില്ല, മൗനം. കുരങ്ങന് അതിൻ്റെ സീരിയസ്നെസ് അറിയില്ല. ഓടി എങ്ങനെയാണെന്ന് വെച്ച് ആ ചന്ദനത്തിരിയും എടുത്ത് അതിങ്ങനെ കഷത്തിലേക്ക് വെച്ചിട്ടേ ഈ പഴം എടുത്തേച്ച് പഴം ആദ്യം ഇങ്ങനെ തിരുമ്മി അപ്പം ലൂസായി ഇങ്ങനെ ഒരു പ്ലക്ക് നിങ്ങളുടെ അകത്തേക്ക് പോയിട്ട് എന്നിട്ട് തിന്നതിന് ശേഷം ഈ കുരങ്ങനി കഷത്തിൽ നിന്ന് ഈ ഇതും എടുത്ത് ചന്ദനത്തിരി എന്നിട്ട് ചൂലടിക്കാൻ നേരത്ത് കുത്തണ 2 കുത്ത് ഇങ്ങനെ കുത്തിയിട്ട് എന്നാന്ന് ചോദിച്ചേ എന്നാ ഓരോരുത്തർക്കും മരിച്ച വീട്ടിൽ എല്ലാവർക്കും ചന്ദനത്തിരി കൊടുക്കുക. എല്ലാവർക്കും മേടിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്നിട്ട് എല്ലാവർക്കും ഒരു ചന്ദനത്തിരി കൊടുക്കുക. അങ്ങനെ ചന്ദനത്തിരി കൊടുത്തൊരു കഥ മേടിക്കാതിരിക്കുമ്പോ എങ്ങനെയാന്ന് ചേട്ടാ ശരിക്കുള്ള കഥയാണോ? ശരിക്കും നടന്ന കഥയാ? ശരിക്കും നടന്ന കഥയാ. അല്ല കൂട്ടുകാരൻ പോലെ ഇരിപ്പുണ്ടോ കോമഡി അങ്ങ് കത്തിക്കാനാ? അല്ല വേറെ കാര്യമുണ്ട്. നമ്മുടെ ഈ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഇണങ്ങുന്ന ഒരു മൃഗമാണ് കുരങ്ങൻ. ആ സുമേഷിന്റെ വീട്ടിലുണ്ടായിരുന്നു കുരങ്ങൻ. എന്റെ വീട്ടിലുണ്ടായിരുന്നു. അല്ല ബിനു അളിയനെ ഞാൻ സമ്മതിച്ചു. കാരണം പറഞ്ഞാൽ ആ കഥ പറഞ്ഞ കൂട്ടത്തിൽ ആ ഫിഗറും കൂടെ കാണിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഫിഗർ കറക്റ്റായിരുന്നു. അത് എപ്പോഴാ ഫിഗർ ഇട്ടെന്നറിയോ? ഏക്കാതെ വന്നപ്പോഴാണ്. പക്ഷെ കഥ ഒറിജിനലായിരുന്നു, പക്ഷെ ഫിഗർ ഒറിജിനലായിരുന്നു. ഞാനെന്തായാലും നിന്നെ മനസ്സിലോർത്തത്. ഓണത്തിന്റെ ഈ ഒറ്റ കഥ കൊണ്ട് നിങ്ങൾക്ക് എയർഫോഴ്സിൽ യെസ്. അപ്പൊ എന്തായാലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഈ ഒരു ഓണം കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രം ഇവിടെ എത്ര കിടന്ന് പരിശ്രമിച്ചാലും കാര്യമില്ല. പക്ഷേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളും കുറച്ചധികം ജോലി എടുക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇന്നലെ രാത്രി എല്ലാവരും ഓവർ ടൈം വരുന്ന കുറെ കൗണ്ടേഴ്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതെല്ലാം ഇവിടെ വേവോ എന്നുള്ളത് അറിയില്ല. കാരണം സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ നമ്മുടെ ഈവന്റ് ടൈറ്റിൽ പോലെ തന്നെ എത്താൻ പോകുന്നത് ദ തഗ് കിങ് ഓഫ് മലയാളം സിനിമ. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ധ്യാൻ ശ്രീനിവാസൻ. താളമടിക്കട
അങ്ങനെയാണെങ്കിൽ ഐശ്വര്യമായിട്ട് ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരിട്ട് തുടങ്ങാം. അയ്യോ ഞാൻ സഹായിക്കാം. അല്ല കൈവയ്യാത്തല്ലേ. പോയി അപ്പൊ ആദ്യത്തെ കൈ എന്താ അത് പോയി. അപ്പൊ ആദ്യത്തെ കൈനീട്ടം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. സോ ദിസ് ഈസ് സ്റ്റാർ മാജിക്. ഇനി പവർ കൂളാണ് മോളെ. നമുക്ക് ഏറ്റവും അധികം ഏതൊരു ഗസ്റ്റ് വരുമ്പോഴും നമ്മൾ കൈ കൊടുത്താണ് തുടങ്ങുക. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യും? ഞാനത് ഇങ്ങനെ പതുക്കെ എടുത്തിട്ട് സുഖണ്ടോ? ആ പാട്ടിലെ പോലെ ഓ ഞാൻ വിചാരിച്ച ഓണായിട്ട് വൈറ്റ് കുപ്പിയായിട്ട് വന്നേക്കുമായിരിക്കും. അല്ല നമ്മളെ എനിക്ക് ഇങ്ങനെ പിടിച്ചോണ്ടല്ലടാ. അല്ല ഇങ്ങനെ പിടിച്ചോണ്ട് ഈ വന്നോണം ഇരുന്നോണം കഴിച്ചോണം എന്നൊക്കെ പറയുമ്പോ ധ്യാൻ വന്നതുകൊണ്ട് തന്നെ ഇപ്പഴത്തെ ഒരു ഇത് വെച്ചിട്ട് കോമ ഒടിഞ്ഞോണം എന്നും കൂടെ പറയാൻ എനിക്ക് തോന്നുന്നു. അതായി അടി. ഈ ചീഞ്ഞ കോമഡി അടിച്ചാൽ ലക്ഷ്മി ഇവിടുന്ന് പൊക്കോണം. പക്ഷേ എനിക്ക് കോമഡി വരെ സഹിക്കാം, പക്ഷെ ഈ ഡാൻസ് ഈ ഡാൻസ് കളിച്ച ഉല്ലാസന ഇവിടെ പൊക്കോടുന്ന ധ്യാൻ പറഞ്ഞ ഉല്ലാസന ഇങ്ങനെ വരുന്നത് വയ്യാത്ത അതിങ്ങനെ ഞാക്കി. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തൊടുത്ത് വിട്ടു. ചേട്ടനത് ഡാൻസ് കളിച്ച് കേറ്റാൻ നോക്കി. ഒരാൾ കയറ്റിയപ്പോൾ സൈഡിൽ നിന്ന് ഒരാൾ വന്നിട്ട് കളിക്കണോ അല്ല വേണ്ട, എനിക്ക് തോന്നുന്നത് താഴെ പോകുന്നു. ശരിക്കും എന്താ പറ്റിയത്? ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പൊക്കണ്ട. ഞാനിത്തിരി വേദന ഒരു വിധ താത്തോണ്ട് എന്റെ ഒരു ജോലി എന്ന് പറയുന്നത് കേറുന്ന ഗസ്റ്റിനെ പൊക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടില്ലാത്ത കൈ തന്നെ പിടിച്ച് പൊക്കണം. അപ്പോ പറയൂ. ഷൂട്ടിനിടയിൽ സാധാരണ ഇങ്ങനെയൊക്കെ പ്രൊഡ്യൂസർ അടിച്ചോടിച്ച് നമ്മള് ഒരു അരമണിക്കൂർ മുമ്പ് സംസാരിച്ചല്ലേ ഇതിനെ പറ്റിയ. എപ്പോഴാണ് നമ്മള് രണ്ടുപേരും തുല്യ ദുഃഖിതരാൻ. ശരിയാണോ? കാരണം അതോട് കാലിനെന്തോ എന്റെ കൈ ഒടിഞ്ഞു, എന്റെ കാല് ഒടിഞ്ഞു. ഇതൊരു ഫൈറ്റ് സീനാണ്. ഞങ്ങള് ഷോന് പോയതാ ജീവിതത്തില്. അല്ലല്ല, ഇത് ഫൈറ്റ് സീനാണ്. ഒരു പരിപാടി കമ്മിറ്റിക്കാരായിട്ട് ഫൈറ്റ് ആയിരുന്നു. ഓസ്ട്രേലിയ. പിന്നെ അതുകൊണ്ട് ഈ ഓണം നമ്മൾ രണ്ടുപേരും തുല്യ പരിപാടി ദുഃഖിതരാണ്. പറഞ്ഞപ്പോ കങ്കാരുനെ കൊണ്ട് ചവിട്ടിച്ചതാണ്. ശരിക്കില്ലേ? അത് പരിപാടി. പിന്നെ ഓസ്ട്രേലിയയിൽ കങ്കാരു വരാം. ഞങ്ങൾ ശരിക്കും എന്താ സംഭവിച്ചത്? ഷൂട്ടിനിടയിൽ ഫൈറ്റ് ആയിരുന്നു. പേരിട്ടില്ലണോ? അല്ല പ്രൊഡ്യൂസർ ആയിട്ടാണോ സംഘടന? ഷൂട്ടിനിടയിൽ ലുക്മാൻ ഇത് കുറെ തവണയല്ലോ പറയൂ. അതിലെന്തുണ്ടല്ലോ ആ ഷൂട്ടിനിടയിൽ എടുത്തെടുത്ത് അത് സമർത്ഥിക്കണം. അങ്ങനെ വരുമ്പോ ഒരു സംശയം പോലെ തോന്നുന്നല്ലേ? അപ്പൊ ശരിക്കും ഷൂട്ടിലല്ല, ഷൂട്ടിനിടയിലാ സംഭവിച്ചത്. ഷൂട്ടിനിടയിൽ ഇടയിൽ സംഘടന രംഗം ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഒരു ചവിട്ട് കിട്ടി. കിട്ടിയത് നെഞ്ചത്താ. ആരാ ചവിട്ടിയത്? ലുക്മാൻ. ഞാൻ തെറിച്ച് പുറകിലോട്ട് പോയതും കൈ കുത്തി ഇവിടത്തെ റിസ്റ്റിന്റെ സൈഡ് രണ്ടും പൊട്ടിപ്പോയി. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നീളത്തിൽ അമ്പിട്ടു. വേറെ കോമഡി അറിയോ? തിരുവോണത്തിന് ഇടിയായിരിക്കും വീട്ടില്. 3 വയസ്സിന് ശേഷം ചോറ് വാരി കൊടുക്കുന്നതിന് വൈഫാണോ അമ്മയാണോ എന്ന് നോക്കണം. എന്നാലും പൊതുവെ എല്ലാവർക്കും ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു സിമ്പതി അങ്ങനെയുള്ള. പിന്നെ എപ്പോഴും ചോദിക്കുന്ന, ഇപ്പൊ എയർപോർട്ടിലൊക്കെ നടന്നു വരുമ്പം ചോദിക്കുന്നത് എന്ത് പറ്റിയതാ, സൂക്ഷിക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ, ഭയങ്കരമായിട്ടുള്ള സ്നേഹ കൂടുതലും. ഇതൊക്കെ പുറമേ നിന്നൊക്കെ ഈ സ്നേഹം കിട്ടുന്നു. വീട്ടിൽ നിന്ന് ഒരാള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, കൈയോട് ഞാൻ ഇങ്ങനെ വീഡിയോ കോൾ വന്നു പറഞ്ഞു, ഒരാള് പറഞ്ഞു അത് ഗസ്സുവാ, ഞാൻ ഒടിക്കാൻ വെച്ചിരുന്ന കയ്യാന്ന്. ആവശ്യമില്ല. മിസ്റ്റർ ഹിറ്റ്ലർ ഫാദർ ആണോ ഒരാൾ. അങ്ങനെ അദ്ദേഹം ഒടിക്കാൻ വെച്ചിരുന്ന കൈ. ഈ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണേ. ലുക്മാൻ അമ്മാൻ എന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ടാവും. വീട്ടിലെ അക്കൗണ്ടിൽ നിന്നാണോ വന്നതല്ലേ? ഈ സമയത്തൊക്കെ റെസ്റ്റ് എടുത്തൂടെ? മൊത്തത്തിൽ കൈ വയ്യാത്ത അവസ്ഥയിലും ഒരുപാട് ഇനോഗ്രേഷൻസ് ഇങ്ങനെ ചാടി ഓടി കഴിഞ്ഞവണ എനിക്കിട്ട് വെച്ച് പോയിട്ട് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അസൂയം കുശുമ്പും കൊണ്ടിട്ടില്ല എന്നാണോ വിചാരിക്കുന്നത്? അതുകൊണ്ടല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യണം. ഒരു കാര്യം എങ്ങനെ ഇപ്പൊ
ഞാൻ ഉദ്ഘാടനം ചെയ്തില്ലെങ്കിൽ തങ്കച്ചനത് കണ്ടിട്ട് കാലം കുറയാതെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഞാൻ നോക്കുമ്പോഴേ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്താ ഈ കയ്യിലോട്ട് ചോര രക്തോട്ടം കത്രികയ്ക്ക് മുറിക്കാൻ വേണ്ടി ഇവിടുത്തെ സ്റ്റിച്ച് വരെ വിടിയിച്ചിട്ടേക്കുക. കഴിഞ്ഞ തവണ നമ്മള് ക്രിസ്മസിന് വന്നു, ഇത്തവണ നമ്മൾ ഓണത്തിന് വന്നിരിക്കുകയാണ്. ഫ്രഷ് ആയിട്ടുള്ളൊരു ചോദ്യം, എങ്ങനെ ഓണം ആഘോഷിക്കാറ്? അല്ല, ഓണം പൊതുവെ അങ്ങനെ ഒരു പ്രത്യേക ആഘോഷ പരിപാടികളൊക്കെ ഈ കണ്ണൂർ സ്റ്റൈൽ എങ്ങനെയാ? സദ്യയിലെ മീൻ വറുത്തതും ചിക്കൻ ഫ്രൈയും ഉണ്ട്. അതൊക്കെ ഉണ്ടാവും. എന്താ കുഴപ്പം? അങ്ങനെ ഉണ്ടോ? പറയൂ, പറയൂ, കേക്കട്ടെ. ഞങ്ങളുടെ അടുത്തുണ്ട്. അല്ലല്ല തിരുവനന്തപുരം ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടെ കയറി പോവാലോ. ഞങ്ങളവിടെ എങ്ങനെയാ? ഒരു മീൻകറിയോ നിർബന്ധ. അയ്യോ, സ്റ്റാർട്ട് ചെയ്യണോ? സദ്യയല്ല. സദ്യയില് അതിനെന്താ? അല്ല, അതുകൊണ്ട് തന്നെ അതിന് സദ്യ എന്ന് വിളിക്കാൻ പറ്റൂല. ഊണ് ഷാപ്പിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മീൻകറിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് എനിക്കൊന്ന് മലബാർ കോഴിക്കോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് എല്ലാ സ്ഥലത്തും സദ്യ ആയിക്കോട്ടെ, എന്ത് കല്യാണത്തിന് പോലും എന്തെങ്കിലും ഒരു മീൻ കൂട്ടാനോ അല്ലെങ്കിൽ എന്ത് പറ്റി. കണ്ണൂരിൽ ഐക്കൂറ് ഭയങ്കര ടേസ്റ്റ് ആണ്, ഭയങ്കര ഇഷ്ടം. അതും എന്റെ തോളിൽ താങ്ങി. അതൊക്കെ പോട്ടെ, ഡയാന ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് മലബാർ മീൻ. അതല്ലെന്ന് ഇവിടെ ഐക്കൂറ പറഞ്ഞില്ലേ, അന്നേരം ബിനീഷ് ബാസൻ പറഞ്ഞു ഐക്കൂറാന്ന്. അത് എന്നെ അതെ, ഈ വർഷങ്ങൾക്ക് ശേഷത്തില് ആക്ച്വലി ലൈക്ക് വയസ്സായിട്ടുള്ള ഒരു ഗെറ്റപ്പില് ഫസ്റ്റ് മേക്കപ്പ് ലുക്ക് ഒക്കെ കഴിഞ്ഞ് മിററിൽ നോക്കിയ ആ ഒരു സീൻ ഉണ്ടല്ലോ, എന്തായിരുന്നു ആക്ച്വലി ലൈക്ക് ആ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് മിററിൽ ഇങ്ങനെ നോക്കുമ്പോ? ഒന്ന് അച്ഛനും ലാലേട്ടനും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം പുള്ളി അതെ, ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. അപ്പൊ അച്ഛൻ കഥ കേട്ടു, ലാലങ്ങള് കഥ കേട്ടു, ലാൽ സാറ് കഥ കേട്ട് ഡേറ്റ് കൊടുത്തു. അച്ഛനും ഏകദേശം ആ സമയമായപ്പോഴേക്കും ഫ്രീ ആയിരുന്നു. പെട്ടെന്ന് അച്ഛന് ചെറിയൊരു വയ്യായിക വന്നപ്പോൾ ഒരു മാസം മുന്നേ ആണ് എന്നോടും പ്രണവിനോടും പറയുന്നത് ഈ അവര് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. ഞങ്ങളല്ലെങ്കിലേ ഇത് ബാക്കി അതിന് മുന്നത്തെ തന്നെ എങ്ങനെ ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവരുടെ കുട്ടിക്കാലം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കത് അത് തന്നെ ഒരു ടാസ്ക്കാണ്. അപ്പൊ ഈ 10-65-70 വയസ്സുള്ള റോളൊക്കെ നമ്മളൊരു തയ്യാറെടുപ്പും ഇല്ലാതെ അപ്പൂൻ വേറെ 2 വർഷത്തിന് മുന്നേ അഭിനയിച്ചതാണ്. അപ്പോൾ ഞാനും അങ്ങനത്തെ വലിയ പരിപാടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ചേട്ടൻ മൂപ്പര് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിങ്ങനെ ഒരു സാധനം ചെയ്യണം, അവർ രണ്ടുപേരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ഇതെങ്ങനെ ചെയ്യും, ഇതൊരു ലുക്ക് വ്യത്യാസങ്ങളൊക്കെ വരുത്തണം. അപ്പോൾ അങ്ങനെ ഈ ലുക്ക് ഇത് കിട്ടി, ഒരു സൈഡ് മാത്രം വടിക്കാൻ പറഞ്ഞു ചേട്ടൻ. ഈ സൈഡ് മുടി ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കണ്ണാടിയൊക്കെ വെച്ച് ഡൈ ഒക്കെ ഇട്ട് ഒരു ചെറിയ ലുക്ക് ടെസ്റ്റ് ആണ്. അത് ലുക്ക് ടെസ്റ്റ് നടത്തുന്നത് അന്ന് രാവിലെ ഷൂട്ട്. കാരണം തലേദിവസം വരെ ഞാൻ വേറൊരു പടത്തിൽ വക്കീലായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. 365 ദിവസവും സിനിമയിലോ ലോകത്താറുണ്ട്. ആ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക, വീട്ടിലുള്ളവര് ഇങ്ങോട്ടേക്ക് വരിക. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് നമ്മളൊക്കെ ടി വിയിലും ഇതിലൊക്കെ ഇപ്പം നോവിയണ്ണായിട്ട് ഇതുപോലത്തെ ഒരു ലുക്കൊക്കെ ചെയ്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ ആൾക്കാർക്ക് അത് കൺവിൻസിങ് ആവില്ല. ഒന്ന് നമ്മളെ ഡെയിലി ഡിജിറ്റലിലും യൂട്യൂബിലൊക്കെ കാണുമല്ലേ. അപ്പൊ അങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് ഇവനല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ക്യാരക്ടർ തീർന്നു. അപ്പൊ ചേട്ടൻ അത് കണ്ടിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ണൊക്കെ നിറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഏതോ ഒരു സ്ഥലത്ത് കേരള കഫേ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അച്ഛൻ ഇതുപോലെ കുറച്ച് മുടിയൊക്കെ അടിച്ചിട്ട് ഒരു കണ്ണാടിയൊക്കെ ഇട്ടിട്ട് വന്ന സമയത്ത് അച്ഛനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അച്ഛനെ പോലെ മതിപ്പാന്ന് നോക്കി അച്ഛനെ പോലെ. അപ്പൊ ആ ഒരു വിഷമത്തിലൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു, ഇത് ചെയ്യുന്നു, നോക്കുന്നു. അപ്പൊ കുറച്ചുപേരൊക്കെ കണ്ടതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ലുക്ക് വൈസ് പക്ക. അപ്പൊ കാണാൻ പ്രണവ് വേറൊരു ലുക്കില് മുടിയൊക്കെ വളർത്തിയിട്ട് പ്രണവ് വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ അപ്പൊ ഒരു സീന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിതൊരു കുഴപ്പമില്ല, കൺവിൻസിങ് ആണെന്ന് തോന്നി. അപ്പൊ ഞാനത് ട്രെയിലർ ആദ്യം വന്നപ്പോ തന്നെ താഴെ നമ്മൾ തെറി നോക്കുമല്ലോ, കമന്റ്സ്. അപ്പൊ അതില് വലിയ രീതിയിൽ തരക്കേടില്ല, ആരും ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഭയങ്കര പ്രത്യേകിച്ച് മലയാളികളെ ഓഡിയൻസിനെ നമുക്ക് ഇതുപോലത്തെ ഒരു ചേഞ്ച് ഓവറൊക്കെ വരുത്തിയിട്ട് വയസ്സാം കാലത്തെ ലുക്കൊക്കെ വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുക, എല്ലാം കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് തീരെ എളുപ്പമല്ല. ആ രീതിയിൽ ആ ലുക്ക് വൈസ് ഞാൻ സേഫായി, എന്തോ ദൈവഭാഗ്യം കൊണ്ട്. നമ്മൾ ഈ സ്ഥാനത്ത് ലാലേട്ടനെയും ശ്രീനിവാസൻ ചേട്ടനെയാണ് ലൈക്ക് അവര് ഈ ഒരു മൂവി ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ഇമ്പാക്ട് അല്ല ഇത്ര ഉണ്ടാവില്ലായിരുന്നു. ഇതാണ് മകൻ. അതായത് ധ്യാനെ പെട്ടെന്ന് ഒരു ദിവസം
അവസാനം അപ്പിയർ ചെയ്തപ്പോഴാണ്, കുറച്ച് നാളിങ്ങനെ അപ്പിയർ ചെയ്യാതെ പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ ഏതോ ഒരു മൂവിയുടെ പ്രിവ്യൂനോ അങ്ങനെയാണ് ഫസ്റ്റ് ലുക്ക് ഔട്ട് ആണ്. അതായത് ഭയങ്കര ടീനിലേക്ക് പോയ പോലെ നമുക്ക് തോന്നിട്ടോ ആ ഫസ്റ്റ് സൈറ്റില്. ശരിക്കും എത്രമാത്രം അതിന്റെ പിന്നിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്? അതിനൊരു കഥയുണ്ട്. ആ കഥ ഒന്ന് കേക്കട്ടെ. ഞാൻ ഒരു സെറ്റില് എന്തോ ഒരു ഓണത്തിന്റെ കസേര കളി കളിച്ചോണ്ടിരിക്കുക. ഇത് കസേര കളിയുടെ വീഡിയോ ആരോ ചേട്ടൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു തടിയൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അജു വിളിച്ചിട്ട് പറഞ്ഞു ഇവന്റെ തടിയൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ, പടം നടക്കുവോ അങ്ങനെ എന്തോ ഇട്ടിട്ട് ചേട്ടൻ എറിഞ്ഞിട്ടു. അപ്പൊ ചേട്ടൻ എന്നെ വിളിച്ചിട്ട്, അപ്പൊ ആ പടത്തിൽ ഞാൻ പോലീസാ. അപ്പൊ ഞാൻ ഷൂട്ടിൽ നിൽക്കുന്ന ചേട്ടൻ വിളിച്ചിട്ട് എന്റെ അടുത്ത് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കോംപ്രമൈസ് എന്ന് പറഞ്ഞൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല. സുരേഷ് അപ്പൊ ഞാൻ അപ്പൊ പുള്ളി പറഞ്ഞു അതെ നിന്നോട് തന്നെ ഞാൻ ഈ പറഞ്ഞത് 2 കോടി രൂപയുടെ എത്ര സെറ്റ് കോടിക്കണക്കിന് രൂപയുടെ സെറ്റ് ഇട്ടിരിക്കുകയാണ്, നിന്നെയും കാത്ത് നിന്റെ തടിയും കുറയാൻ വേണ്ടി ഇവിടെ ആൾക്കാർ നോക്കി നിൽക്കുകയാണ്, എന്ത് കോപ്പറായ കാണിച്ചു വെച്ചിരിക്കും, കസേര കളിച്ചോണ്ടിരിക്കുകയാണ്. കസേര കളി പോട്ടെ, അത് 2 സദ്യ ഉണ്ടെന്ന വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറെ ചോറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തിന്ന. അപ്പൊ ഞാൻ പുള്ളിനോട് പറഞ്ഞിരിക്കുന്നത് ഡയറ്റാണ്, ഒന്നും കഴിക്കുന്നില്ല. ഇത് കണ്ട് പുള്ളി ടെൻഷൻ അടിച്ച് വിളിച്ച് ഇതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ആരായാലും ദേഷ്യപ്പെട്ടു പോകും, അത്ര ചോറുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ഇത് പറയുന്ന സമയത്ത് ഞാൻ പോലീസാണല്ലോ അവിടെ. പെട്ടെന്ന് പുള്ളി പറഞ്ഞു എനിക്ക് ഇതിന് ചെയ്യാൻ പറ്റില്ല, നിനക്ക് ഇനി പറ്റുമല്ലോ. അപ്പൊ പറയണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നീ വേറെ ആളെ വെച്ചോന്ന് പറഞ്ഞു. ദേഷ്യമൊന്നുമില്ല, പറ്റില്ല. കാരണം ഞാൻ പോലീസായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വേറെ ക്യാരക്ടർ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇത് ഫോണ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഞാൻ ആലോചിച്ച് അയ്യോ ഓടാനുള്ള ഒരു പടമാണല്ലോ അങ്ങനെ ഇല്ല അപ്പൊ നമ്മുടെ ഒരു കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന പരിപാടി. അപ്പം വേറെ ആളെ വെച്ചൊന്ന് പറയുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേ എന്റെ ഭാര്യയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു അവൻ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ അപ്പോഴേക്ക് ആൾക്കാരെയൊക്കെ വിളിച്ചതാക്കി. അപ്പൊ ആൾക്കാരെ വിളിച്ച് പറഞ്ഞത് എനിക്ക് ഒട്ടും സഹിച്ചില്ല. നമുക്കിടയിലുള്ള കാര്യം നമുക്കിടയിൽ നിൽക്കണ്ടെന്നുള്ളതിന് ഞാൻ എന്തായാലും എല്ലാവരോടും ഇപ്പൊ പറയല്ല, അതുപോലെ ഞാൻ എന്തായാലും പറയും. എന്തിനാണ് അപ്പോഴേക്ക് നിങ്ങൾ വിളിച്ചു പറഞ്ഞത്? ഞാൻ വിളിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞാണ് എനിക്കത് പറഞ്ഞത് തീരെ ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഞാനൊരു ഡയറക്ടറും കൂടിയാണ് ഈ സിനിമ. അപ്പൊ പുള്ളിയും ഒരു പ്രൊഫഷണലായിട്ട് നീ ഇതിനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്താ പ്രശ്നം വെച്ചു പറഞ്ഞു ഇവിടെ സെറ്റ് ഇട്ടിരിക്കുകയാണ് 2-2.5 കോടി രൂപയുടെ സെറ്റ്. ഇതിന് ഞാൻ ആ 2.5 കോടി രൂപ ഞാൻ തരാം, ഞാൻ പറയുമ്പോ ഷൂട്ടിന്ന് 2.5 കോടി ഞാൻ തരാം. അങ്ങനെ പല പടങ്ങൾക്കും കൊടുക്കാൻ വേണ്ടിയാ ഇവിടുന്നൊക്കെ. അന്ന് പിറ്റേ ദിവസം ട്രെയിനറിനെ വിളിച്ചു. ഓണമായിരുന്നു. പിറ്റേ ദിവസം ചെന്നൈയില് ലാൽ സാറിന്റെ വീട്ടിൽ എല്ലാരും ഓണാഘോഷ പരിപാടി, എല്ലാരും വരുന്നു. അങ്ങനെ ആ പരിപാടിയെ ക്യാൻസൽ ചെയ്തു ഞാൻ വരാത്തതുകൊണ്ട്. അങ്ങനെ പിന്നെ 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും വിളിച്ച് ചേട്ടനെ എന്നെ ഇരുത്തി കോംപ്രമൈസ് ചെയ്തിട്ടാണ് പടം തുടങ്ങിയത്. ഈ കുഞ്ഞിക്കുട്ടികളെ തല്ലിവിടണമല്ലേ? ഈ ചെറിയ കേസുകള്. എന്നിട്ട് ആ വാശിക്ക് എങ്ങനെയാണ് ലൈക്ക് തടി കുറയ്ക്കാനുള്ള എഫേർട്സ് എടുത്തത്? അത് സമ്മതിക്കണം കേട്ടോ. ഇത് വലിയ ചർച്ചാ വിഷയമായി. ലാൽ സാറിന്റെ വീട്ടിൽ അവിടെ സുചിത്രാക്ക വിളിക്കുന്ന എല്ലാവരും പറഞ്ഞു തടിയുടെ പേരിൽ ചേട്ടനും അനിയനും ഉടക്കി എന്നുള്ള രീതിയിലായി. പിന്നെ എനിക്കൊരു പ്രശ്നമായി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മള് 18 കിലോ 1.5 മാസത്തിൽ കുറച്ചു. സിനിമ കഴിഞ്ഞു എത്ര ദിവസത്തിനുള്ളിൽ വീണ്ടും നമ്മൾ ബാക്ക് ടു പണ്ടത്തെ പോലെ? പിന്നെ 3-6 സെക്കൻഡ് സ്കെഡ്യൂൾ തുടങ്ങിയപ്പോ തൊട്ടിട്ട് പിന്നെ കഴിച്ചോ എന്നുള്ള രീതിയിലായപ്പോ പിന്നെ പഴയ പോലെ. ഇതുപോലെ ഏതെങ്കിലും ഇങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻ പടങ്ങൾ വരുമ്പോ ഇതുപോലെ ചെയ്ത് കൊടുക്കപ്പെടും. അപ്പോ എന്തായാലും ഓണായിട്ട് നമുക്കൊരു പാട്ട് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ധ്യാനിന്റെ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈയടിക്കൂ. കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ, കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിടങ്ങാതെ. അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ.
കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ ഫോറിൻ കാറിൽ ഡോളർ നോട്ടും കൊണ്ട് മാടി വിളിച്ചാൽ കൂട്ടിന് വരുമോ നീ കുട്ടിനെന്നെ കിട്ടില്ലല്ലോ ചേട്ടാ എന്റെ കരളിന്റെ വാതിൽ തുറക്കാതെ അരുതേ പറയരുതേ എന്റെ സ്നേഹിതയാണു നീ ഞാനില്ല നിന്നോട് കൂടാൻ ഞാനില്ല നിന്നിളി കേൾക്കാൻ അങ്ങനെ നീ കലം മാതടി കുറുങ്ങി എന്റെ സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരള് എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ പാടി കേട്ടായിരുന്നോ? ക്ലോറിൻ ക്ലോറിൻ കൊണ്ടുപോകാം. അപ്പോ കഴിഞ്ഞ തവണയും ഒരു പാട്ടുണ്ടായിരുന്നു, ഇത്തവണയും ദാ ഒരു പാട്ടോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് സ്റ്റാർ മാജിക് പവർഡ് ബൈ ധ്യാൻ ശ്രീനിവാസൻ. ഇനി കളർ ആരാണ് പോലെ? ഞാനാ ഒരു ചൂണ്ട തന്നാ 3 മീനെ പിടിച്ചു തരും. ഉല്ലാസേട്ടാ, ഉല്ലാസേട്ടന്റെ പേരിലൊരു പൂത്തിരി ഉണ്ടല്ലോ. എന്താണത്? ഉല്ലാസ പൂത്തിരി. അതുകൊണ്ട് നല്ല നല്ല അത് ഇവിടെ വെച്ചല്ലേ പൊട്ടിക്കുന്നേ, ഇനി നിന്റെ അണ്ണാക്കി വെച്ചല്ലേ. അപ്പൊ ഓണായിട്ട് ദാ നമ്മളിങ്ങനെ 5th ഗിയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒന്നും കൂടെ അങ്ങോട്ട് ആഹ്ലാദം എല്ലാം കൂട്ടാൻ വേണ്ടിട്ട് ആവേശം ഒന്ന് കൂട്ടിയാലോ നമുക്ക്. യെസ്, അപ്പൊ ഏതായാലും നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ആവേശത്തിന് ദാ 2 പേരെത്താൻ പോവാണെന്നറിയോ? ആരെന്നറിയോ? ഓൾറെഡി ധ്യാൻ ശ്രീനിവാസനെ നിങ്ങൾ കണ്ടു. ഇത് കൂടാണ്ട് നമ്മുടെ രംഗണ്ണനും അമ്പാനും ഈ ഫ്ലോറിൽ വരാൻ പോവാ. എക്സൈറ്റഡ്? ഓ അമ്പാനെ നിർത്തം മോനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട മോനെ. ചാളായി ഒരു ഷാൾ യെസ്. അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട മോനെ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട മോനെ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട മോനെ. ശ്രദ്ധിക്കാണോ? ഞാൻ രംഗൻ. രംഗൻ വങ്കർ എന്ന് പേരിൽ കൊടുത്താൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പാസ്പോർട്ടിലും പേര് വങ്കറിനാണ്. വീട്ടിൽ വിളിക്കുന്നവരാണ്. വങ്കനല്ല പിന്നെ ഞാൻ രംഗൻ. ഓ, പഴശ്ശിരാജയിൽ മമ്മൂട്ടി സഹായിച്ച വ്യക്തി. ഒരു കുതിരപ്പുറത്ത് കുടുംബിയൊക്കെ ആയിട്ട് പോയ ഒരു പരിശീലനം അതല്ലേ ഇതുകൾ? അത് കുങ്കൻ. ഇനി ഇതേത് ബാങ്ങ? ഇത് രംഗൻ. എങ്ങനാ? മധുര രംഗൻ കേട്ടിട്ടുണ്ടോ? ഇല്ല, വിതുര തങ്കരെന്ന് കേട്ടിട്ടുണ്ട്. ഒരു കഴുപ്പണം കെട്ട ഒരുത്തനാണ്. ഏകദേശം നിങ്ങൾ അതേ പോകായിട്ട് വരും. ഒരു വേഗനാണ്. അവന്റെ ആരെങ്കിലും ഇല്ല മോനെ. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. നമ്മൾ ബാംഗ്ലൂരിലെ ടോയ്ലറ്റില്ല. ബാംഗ്ലൂരിലാ? നമ്മൾ ബാംഗ്ലൂരിൽ ടോയ്ലറ്റില്ല. ടോയ്ലറ്റിൽ പൈസ പിരിക്കാതിരിക്കുന്നതാണ്. ബാംഗ്ലൂർ ടോയ്ലറ്റില്ല. ടോയ്ലറ്റിൽ നീ ടോയ്ലറ്റിൽ പെണ്ണുങ്ങളെ പേരൊക്കെ എഴുതി വെക്കണം. മോനെ ശ്രദ്ധിക്കും മോനെ. ഞാൻ ബാംഗ്ലൂർ ടോയ്ലറ്റില്ലേ. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇതെല്ലാരും ശ്രദ്ധിക്കുന്നതൊരു ബോധം വേണം. ബാംഗ്ലൂർ ടോയ്ലറ്റില്ലേ രംഗച്ചേട്ടൻ കാണിക്കും പറഞ്ഞാൽ കാണിക്കും. നീ ബാംഗ്ലൂർ ടോയ്ലറ്റിൽ ചെന്ന് കാണിച്ച ആൾക്കാരെ പെട്ട തല ബാംഗ്ലൂർ ടോയ്ലറ്റിൽ ചെന്ന് ശ്രദ്ധിക്കട്ടെ മോനെ. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. ഓണമാണ്. ഇട ദിവസം ആണെങ്കിൽ ഓടി അങ്ങ് പോയത്. ഇത് ആൾക്കാർ മെനക്കെട്ടത് കാണും. എല്ലാം കിട്ടുമെന്ന് മെനക്കെട്ട് കിട്ടും. ഞാൻ അമ്പാൻ. എന്നെ കൊണ്ടിടക്കണേ ശരിക്കും ഞാനാണ് അമ്പാൻ. ഞാനേ അമ്പു. അണ്ണൻ ഗുണ്ടല്ലായിരുന്നെങ്കിൽ അണ്ണ അന്ന് ആരാവളാണെന്ന് പറയണം. ഗുണ്ടല്ലെങ്കിൽ അണ്ണ ആരാവളാണെന്ന് അറിയാവോ? പറ. ഐ ജി ആയിരിക്കും. ഐ ജിയാ? ഈ പനാമന്റെ സൈസുള്ള ആരെണ്ണങ്ങൾ പിടിച്ച് ഐ ജി ആകണം.
അമ്മനെ ഓ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട മോനെ. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്, ഡയറക്ടർ കണ്ണൊക്കെ ചുമക്കുന്നുണ്ട്. അത് ശ്രദ്ധ വേണം. അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട മോനെ. ഓ, ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം അവിടെ മോനെ. മോനെ. അതാരാണെന്ന് മനസ്സിലായ? എനിക്ക് മനസ്സിലായ ആരാണെന്ന്. ആരത്? അയ്യോ, അത് സിനിമ നടനാണ്. അത് ധ്യാൻ. അപ്പാ പുള്ളിക്കെന്താ ജോലി? സിനിമയിലൊക്കെ ഉണ്ട്. ഓടാ പുള്ളി അല്ല അങ്ങനെയൊന്നുമല്ല. തന്നെ സിനിമയുണ്ട്. പുള്ളി പെയിന്റർ അല്ലേ? പെയിന്ററാ? കണ്ട കുമ്മായം കലക്കിട്ട് കൈ എഴുതാതെ കുമ്മായം കലക്കിട്ട് കൈ എഴുതാതിരിക്കണം. ഇയാൾ കുമ്മായം കലക്കിട്ട് കൈ എഴുതാത്തല്ല, കയ്യേ അത് ഒരു ചെറിയൊരു ഫൈറ്റിന്റെ ഇടയിൽ വീണ് പൊടിച്ച്. ഇതിന്റെ കാല് കൊണ്ട് അടിച്ചു പിടിച്ചില്ല. അതേപോലെ കൈ വീട് ഒടിച്ചതാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമല്ല. സിനിമ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിന്നും വരുന്നുണ്ട് നിങ്ങൾക്ക്. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അണ്ണന്റെ റീല് കണ്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ റീല് കാണണം. അണ്ണന്റെ റീല് 12 ലൈക്കൊക്കെയാണ്. പിന്നെ 12 ലൈക്ക് 1.5 കമന്റ്. റീലെന്ന് പറഞ്ഞാൽ അയ്യോ അസാധ്യ റീലാണ്. പിന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ വന്ന ആ റീൽ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അല്ല ചെയ്യണമെന്ന് പറഞ്ഞില്ല. അല്ല ഞാൻ ചെയ്യാം. അല്ല നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞില്ല. ഞാൻ കഴിപ്പണക്കെട്ട് ഞാൻ ചെയ്യാം. ഞാൻ കിഴങ്ങോലെ ഞാൻ ചെയ്യാം. റീല് ഒരു കാര്യം ചെയ്യും. ആ റീലിൽ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. തല ഇങ്ങനെ ആട്ടി ഇപ്പുറത്തോട്ട് തൂണ്ടെടുത്ത് ഇങ്ങോട്ടാക്കി അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതിന് തൂണ് വേണം. ഒരു തൂണ് വേണം. ഒരു തൂണ് കിട്ടാൻ വഴിയോട് ഒരു തൂണ്. ഒരു കാര്യം ചെയ്യും. തൂണ് വേണ്ട, നീ മതി. ഞാൻ അങ്ങനെയാണ്. അല്ല നീയും തൂണും ഏതാണ്ടൊക്കെ ശരി തന്നെ. കറക്റ്റ് തന്നെ. എനിക്കൊരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂണ് കാറ്റടിച്ചെങ്കിലും അനങ്ങും. നീ അങ്ങനെ അനങ്ങും. അതുകൊണ്ട് തൂണ് വേണ്ട. കിറ്റ് കയ്യിൽ നിന്ന് പോകണ്ട, ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടാ. അമ്പാനെ അത് കുറഞ്ഞു പോയല്ലോ അമ്പാനെ. അത് ശ്രദ്ധിക്കുന്നുണ്ട്, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ അണ്ണന്റെ മറ്റേ സിനിമാ പേര് പറയുമ്പോ അണ്ണ ആംഗ്യം കാണിക്കും. അയ്യോ അതെ അതെ അതെ. അണ്ണന്റെ ഈ സിനിമാ പേരിന്റെ ആംഗ്യം കാണിക്കും പുള്ളി. ഒന്ന് കാണിച്ചോളൂ. അത് കാണിക്കണല്ലേ? നിങ്ങൾ പറയണം കേട്ടാ. പുള്ളി ആംഗ്യം കാണിക്കുന്ന സിനിമാ പേരാന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അമ്പാനെ ശ്രദ്ധിക്കാൻ പറ. ഏത് സിനിമയാണെന്ന് പറയാം. ഏത് സിനിമയാണെന്ന് പറയണേ. ചിമ്പാൻസി. ശ്രദ്ധിക്കണം. ഷളൈ കൗണ്ടറിന്റെ ടൈമിംഗ് ഇല്ല, നീ വെടിക്കും ടൈമിംഗ് ഇല്ല. കോഴിക്കോട് കുഞ്ഞിക്കൂനനാ. എന്ത് വൃത്തി ഇതിനെ കാട്ടി. ചുണണ്ടായി പറയ്, എനിക്ക് വേറെ വേലയുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ചാളൈ മലൈക്കോട്ടൈ വാലിബൻ. ഒരു കാര്യം പറയുമ്പോ എന്റെ കൂടെ ആരുമില്ല. കാശിന് കള്ളുപിടിക്കാൻ മാത്രമേ എന്നോട് ഉള്ളൂ. എന്നോട് ആരുമില്ല. അമ്മൻ്റെ ആരുമില്ല. മര്യാദയ്ക്ക് 2 കൗണ്ടറും ഇല്ല, സിറ്റുവേഷനിലുള്ള ഫിഗറും കറക്റ്റല്ല. പിന്നെ നിന്നോട് ആര് വരും? ഞാൻ പിള്ളേർ വളർത്തണം വിചാരിച്ചു കൂടെ വന്നതാണ്. അല്ല എനിക്കിത് ഇഷ്ടമായിട്ട് വന്നതല്ല. വല്ലതൊക്കെ ഇട്ട് വിടുന്ന ജില്ല, അതുകൊണ്ട് കൂടെ വന്നതാണ്. നന്നായി വരും, നന്നായി വരും. നീയും നന്നായി വരും, നീയും നന്നായി വരും. കുടി അലമ്പിക്കളയരുത്. സംസാരിക്കുന്ന പല്ലി. നീയും നന്നായി വരും. അതവര് കളിയാക്കി ചിരിക്കണം. കളിയാക്കി ചിരിക്കണം. സോറി പറയടാ. നീ സോറി പറയടാ. നീ സോറി പറഞ്ഞാടാ. നീ സോറി പറയടാ. സോറി. അത് അവിടെ നിന്നും പോയി. നീ സോറി പറയടാ. പറയലടാ, ടൈമിംഗ് ഇല്ലാത്ത വേണ്ട. നീ സോറി പറയടാ. ഞങ്ങളുടെ ഗസ്റ്റ് ആണ്. ഹലോ. ആ രക്തത്തെ എനിക്ക് പങ്കില്ല, ഒറ്റയ്ക്ക് കയറി കൊടുക്കും. നീ സോറി പറഞ്ഞോ. നീ ആദ്യം പറ. നീ സോറി പറ. നീ പറ. എന്റെ കൂടെ ആരുമില്ല. ഒരു കാര്യം വരുമ്പോ എന്നോട് ആരുമില്ല. കള്ളു കുടിക്കാൻ കാശിന് മാത്രമേ എന്നോട് ഉള്ളൂ. ഈ രംഗത്തോട് ആരുമില്ല. ഇത്ര നേരം ഇത് കണ്ട ഞങ്ങളടുത്ത് നീ സോറി പറ. ഓണത്തിന് പറയടാ. ഒരു നല്ല ഓണമായിട്ട് സോറി ഞങ്ങളടുത്ത് പറയണം. ഡയറക്ടർ അടുത്ത് മാത്രമേ സോറി പറയണം. ഈ കേരളത്തിലെ എല്ലാ മലയാളികളടുത്തും പറയടാ സോറി. ഒരു സെക്കൻഡ്. ഷളൈ അതിനും ടൈമിംഗ് ഇല്ല. ഈ രംഗത്തോട് ആരുമില്ലേ. സോറി പറയടാ. വെടിവെച്ചറിഞ്ഞ് ചാവണ്ണം നിർത്തിയിട്ട് പോവാ. ഇല്ല അല്ല അവര് സോറി പറയണം. അവര് സോറി പറയണം. നിർബന്ധമാണ്. അവര് സോറി പറയണം. അത് നിർബന്ധമാണ്. സോറി പറയണം എല്ലാവരും. നീ സോറിയും പറയണം, ഞങ്ങളടുത്ത് മാപ്പും പറയണം. എന്നാ ഷാളൈ നിങ്ങളായി നിങ്ങളെ പാടായി.
എന്തിനാ ഇത് ഉപകാരപ്പെടും. ഡാൻസ് വരെ ഓക്കെ ആയിരുന്നു, ആ അവിടെ നിർത്തമായിരുന്നു. അതെങ്ങനെ നിർത്തും? രണ്ടുപേരെ കോസ്റ്റ്യൂമും കൂടെ 6000 രൂപ തന്നെ എടുത്തോണ്ട് വന്നത്. അല്ല വേറെ കാര്യമുണ്ട്, ശിക്ഷയുടെ ഭാഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. താണ്ട നിരന്നിരിക്കണണ്ട, ഇതൊക്കെ തങ്കം, ഇതൊക്കെ തങ്കം. പക്ഷെ നേരെ തിരിച്ചല്ലേ, ഈ ആപ്പോപ്പായിട്ടൊക്കെ ആദ്യം ഇറക്കി വിട്ടിട്ട് മെയിൻ ആയിട്ടൊക്കെ ലാസ്റ്റിലേക്ക് ഇവിടെ തിരിച്ചാണ് പ്രതീക്ഷ ആദ്യം ഇറക്കി വിട്ടത്. പറഞ്ഞില്ലേ? അപ്പൊ അടുത്ത എങ്ങനെ ഇരിക്കുന്നത്? അപ്പോ തുടക്കം ശുഭം എന്ന് പറയാമോ? ആശുഭം. ശുഭം. ഞങ്ങളുടെ ആൾക്കാർക്കൊന്നും തോന്നില്ല. നോക്കിയാണ് ആൾക്കാർ ഒരു പാവം, അമർ എപ്പോഴേ ഡ്രസ് ഇട്ടോണ്ടിരിക്കുകയാണ്, അമരത്തിനൊക്കെ ചെയ്തിട്ട് പോകും. പക്ഷേ ഈ ഇരിക്കുന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലായ? ഇല്ല, ഇത് വല്യേട്ടല്ല, മമ്മൂട്ടിയാണ്. നിങ്ങൾ എന്തോ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. നല്ല ഗംഭീര സ്കിറ്റ് ആയിരുന്നു, അതിനെ കൊണ്ടില്ല. അടിപൊളിയായിരുന്നു. കാരണം അടുത്തത് പുള്ളിയെ കളിക്കാൻ പോണത്. അല്ല ഞാൻ ഓർക്കാൻ ചെയ്ത് ഇത്ര പ്രോത്സാഹനം ഞാൻ ഉല്ലാസിൽ നിന്ന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഞാൻ സത്യം അടിമാലി ഇന്നപ്പോ ഞാൻ വിചാരിച്ച സംസ്ഥാന അവാർഡായിരിക്കും. നോക്കിയാൽ കറക്റ്റ് സംസ്ഥാന അവാർഡ്. തമാശ പാട്ട് നമ്മളെല്ലാം മാറ്റി വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രസമായിട്ട് ചെയ്ത് അടിപൊളിയായിരുന്നു. അത് ഞങ്ങൾ അടിപൊളിയല്ലേ? തമാശയൊക്കെ മാറ്റി വെച്ചിട്ട്. അപ്പോ എന്തായാലും രണ്ടുപേരുടെ ഒരു കോംബോ രസമായിട്ട് ചെയ്തു. രംഗണ്ണൻ ആൻഡ് അമ്പാൻ പൊളിച്ചടക്കി. എടാ പോളേവാ, ഉത്രാടത്തിന് ടി വി വയ്ക്കുമ്പോഴേ ഇത് കാണുമ്പോ ടി വിക്കകത്ത് പാട്ട് കയറിയെന്ന് വിചാരിക്കുമോ?